പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷക്കൈന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നമ്മളെ ആകർഷിച്ചു കൂട്ടിക്കൊണ്ടുവന്ന പിതാവിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്നത് വിശ്വാസ പ്രമാണമാണ്. നാം ഓരോ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ ആവർത്തിച്ച് ഏറ്റുപറയുന്നു, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും എൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തൃത്വൈക ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുന്ന നമ്മുടെ വിശ്വാസ പ്രമാണമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈ തൃത്വൈക ദൈവമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനം ലൂക്കായുടെ സുവിശേഷം 3:22 യേശുക്രിസ്തു സ്നാപയോനാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നേർരേഖയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനായ യേശുക്രിസ്തുവാണ് നമുക്ക് തൃത്വൈക ദൈവത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത്. യോഹന്നാൻ സുവിശേഷം 14:16 യേശുക്രിസ്തു പറയുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനായ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അവിടെ പുത്രനായ യേശുക്രിസ്തുവുണ്ട്, പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇതാ തൃത്വൈക ദൈവത്തിലെ മൂന്നാം വ്യക്തിയായ പരിശുദ്ധാത്മാവിനെ സഹായകനായിട്ട് നമുക്ക് നൽകുന്നു. വീണ്ടും യോഹന്നാൻ 14:26 ഇങ്ങനെ പറയുന്നു, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു തരികയും ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിച്ചു തരികയും ചെയ്യും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്, പിതാവാണ് സഹായകനെ അയക്കുന്നത്, ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം 3 വ്യക്തികളാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് യേശുക്രിസ്തു അസന്നിഗ്ധമായിട്ട് വെളിപ്പെടുത്തുന്നു. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ തൃത്വൈക ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി വെറുമയായിരുന്നു, ശൂന്യവുമായിരുന്നു, ആഴങ്ങളിൽ കുരുളിൽ നിറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിനു മീതെ ചരിച്ചുകൊണ്ടിരുന്നു. അവിടെ വീണ്ടും ഉൽപ്പത്തി 1:3 ദൈവം അരുളി ചെയ്യുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടായി. അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവിടെ സൂര്യനെ സൃഷ്ടിക്കുന്നതിനും മുമ്പ്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനും മുമ്പ് ഇതാ ദൈവം വെളിച്ചം സൃഷ്ടിക്കുന്നു. ആദ്യ സൃഷ്ടി. യോഹന്നാൻ 1:1 യോഹന്നാൻ ശ്ലീഹ തനിക്ക് കിട്ടിയ വെളിപാടിലൂടെ ഈ സത്യത്തെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ മൂലം അവനു വേണ്ടിയും സകലതും സൃഷ്ടിക്കപ്പെട്ടു. 4-ാം വചനത്തിൽ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചമാണ് ലോകത്തിൻ്റെ പ്രകാശമായ യേശുക്രിസ്തു. അവനാണ് എല്ലാറ്റിലും മുമ്പുള്ളവൻ, ദൈവത്തിൻ്റെ ആദ്യജാതൻ എന്ന് വിളിക്കപ്പെടുന്നത്. സൃഷ്ടിയല്ല, എന്നാൽ ജാതനാണ് എന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ വിസ്തരിച്ച് പറയുന്നുമുണ്ട്. സുഭാഷിതം 8:22 ഇങ്ങനെ നമുക്ക് വായിക്കാം, കർത്താവ് തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ എല്ലാ ആദ്യ സൃഷ്ടികളെക്കാളും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു. യുഗങ്ങൾക്ക് മുമ്പ്, ഭൂമിയുടെ ആവിർഭാവത്തിനു മുമ്പ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു. അവിടെ 41:1 തന്നെ ദൈവത്തിൻ്റെ അരൂപിയെയും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും.
ഉൽപ്പത്തിയുടെ പുസ്തകം 1:26 മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ദൈവം അരുളി ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അവിടെ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 2:18 ആവുമ്പോൾ ദൈവം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ദൈവം ഏകനാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ഏകനായ ഏക ദൈവമാണ്. അത് നല്ലതാണ്. എന്നാൽ മനുഷ്യനെ ആ ഛായയിൽ സൃഷ്ടിച്ചപ്പോൾ അത് നന്നല്ല. അവന് ഒരു ഇണയില്ല, തുണയില്ല. അവൻ അതുകൊണ്ട് തന്നെ അവൻ ഏകാന്തത അനുഭവിക്കുന്നു എന്ന് കണ്ട ദൈവം മനുഷ്യനെ ഗാഠനിദ്രയിലാക്കി അവനിൽ നിന്ന് പുരുഷനെയും സ്ത്രീയെയും വേർപെടുത്തി. അങ്ങനെ രണ്ടാക്കിയ അവർ വീണ്ടും വിവാഹമെന്ന കൂദാശ വഴി വീണ്ടും ഒന്നാകുന്നു. അതിനെക്കുറിച്ചാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 2:24 ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു, അതിനാൽ പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. കാരണം അവർ ഇനിമേൽ രണ്ടല്ല ഒന്നാണ്, ഒറ്റ ശരീരമാണ് എന്ന് വിവാഹമെന്ന കൂദാശയിൽ പറയുന്നുണ്ട്. ഏകദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ഏകനായിരിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും ഈശോയും കൂടെ ഒന്നായിരിക്കണം. അതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് നല്ല നല്ല മക്കളുണ്ടായി വരും. അങ്ങനെ ആ ഒരു കൂട്ടായ്മ, ഈശോയോട് കൂടെയുള്ള ഒരു കൂട്ടായ്മയിലായിരിക്കണം നമ്മൾ ഓരോ കുടുംബങ്ങളും എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മയുടെ ശക്തി സാത്താനറിയാം, നമുക്കറിയില്ലെങ്കിലും. അതുകൊണ്ടാണ് അവൻ സഭയുടെ അടിസ്ഥാന ശിലയായ കുടുംബത്തെ അന്തഛിദ്രമുണ്ടാക്കുവാനായിട്ടുള്ളതാണ് അവൻ്റെ പ്രധാന പദ്ധതി. അങ്ങനെ ആദ്യം ഈശോയെ ആ കൂട്ടായ്മയിൽ നിന്ന് എടുത്തു മാറ്റും. അപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ട് വ്യക്തികളായിട്ട് മാറും. അവരെ കൂട്ടായ്മയാക്കുന്ന ഈശോയുടെ സാന്നിധ്യം എടുത്തു അതോടുകൂടി അവിടെ അന്തഛിദ്രമുണ്ടാകും. അങ്ങനെ ആ കുടുംബത്തെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ലെങ്കിലും സാത്താൻ അറിയാം. ദൈവം ത്രിത്വമാണെന്ന് വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് അറിയാമായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 18:2 നമ്മൾ ഇങ്ങനെ കാണുന്നു, അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടത് 3 വ്യക്തികളായിട്ടാണ്. അതുപോലെ ദാവീദിനും ഈ സത്യം അറിയാമായിരുന്നു. ദാവീദ് സങ്കീർത്തനം 101:1 പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാകുക. അവിടെ 2 കർത്താവിനെ കാണുന്നു, പിതാവായ കർത്താവിനെയും പുത്രനായ കർത്താവിനെയും. വീണ്ടും ദാവീദ് സങ്കീർത്തനം 51:11 പറയുന്നു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അപ്പോൾ പരിശുദ്ധാത്മാവായ മൂന്നാമത്തെ ത്രിത്വൈക ദൈവത്തിലെ 3ാമത്തെ ആളെക്കുറിച്ചും ദാവീദിന് അറിയാമായിരുന്നു. എന്നാൽ നമുക്ക് ഈ ത്രിത്വൈക ദൈവത്തെ പരിചയപ്പെടുത്തി തന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവാണ്. താബോർ മലയിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ മത്തായിയുടെ സുവിശേഷം 17:5 ശോഭയേറിയ ഒരു മേഘം ഇറങ്ങി വന്നു. മേഘത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വരം ഉണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, നിങ്ങൾ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അവിടെ ത്രിത്വൈക ദൈവത്തെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. മത്തായിയുടെ സുവിശേഷം 11:27 ഈശോ പറയുന്നു, സർവവും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അങ്ങനെ യേശുക്രിസ്തുവാണ് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് വെളിപ്പെടുത്തി തന്നത്. മത്തായിയുടെ സുവിശേഷം 28:19-20 വചനങ്ങളിൽ ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കൽപ്പിച്ചു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. പിതാവിൻ്റെയും
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് നമ്മൾ ജ്ഞാനസ്നാനപ്പെടുത്തുന്ന ഓരോ വ്യക്തിയെയും ജ്ഞാനസ്നാനപ്പെടുത്തുന്നത്. ആദിമസഭയ്ക്ക് ഇത് നല്ല ബോധ്യമായിരുന്നു. ആദിമസഭയിൽ പ്രാർത്ഥനകൾ അന്നും ഇന്നും സഭയിലെ പ്രാർത്ഥനകളെല്ലാം ആരംഭിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ സഭയുടെ ആശീർവാദ വചനമാണ് 2 കൊറിന്തോസ് 13:13. അതും പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ആ ത്രിത്വൈക ദൈവത്തെ സഭ പൂർണ്ണമായും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് CCC 234 സഭ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദിവ്യ രഹസ്യമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യം എന്ന്. ഈ ത്രിത്വൈക ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന്. വീണ്ടും CCC 235 നമ്മൾ കാണുന്നു: ദൈവപിതാവ് പുത്രനിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും സൃഷ്ടികർമ്മവും രക്ഷാകര പദ്ധതിയും വിശുദ്ധീകരണവും നിർവഹിക്കുന്നു എന്ന്. ഈ ത്രിത്വൈക ദൈവം ഒരു കൂട്ടായ്മയാണ് എന്നതാണ് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 19 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ യേശുക്രിസ്തു പറയുന്നു: എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ കണ്ടിട്ടെങ്കിലും വിശ്വസിക്കുവിൻ. ഈശോയുടെ പ്രവൃത്തികൾ പിതാവിൻ്റെ സഹായം കൂടാതെ ആർക്കും ചെയ്യാനാവാത്ത പ്രവൃത്തികളായിരുന്നു. അപ്പോൾ അത് യേശുക്രിസ്തു പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നവനാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടെ നമുക്ക് ഈശോ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:7 സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ അവിടുന്ന് സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കുകയും ചെയ്യും. അങ്ങനെ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് നമ്മളുടെ ദൈവം. ആ ദൈവത്തിൻ്റെ കൂട്ടായ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യന് അതൊരു വെല്ലുവിളിയാണ്. നമ്മൾ ഒരേ രൂപത്തിലുള്ള 2 വ്യക്തികളെയോ 3 വ്യക്തികളെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളവരെ ഇരട്ടകൾ, ട്വിൻസ് എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഇതാ 3 വ്യക്തികൾ ഒരേ സ്വഭാവത്തിൽ ഒന്നായി ഏക ദൈവമായിരിക്കുന്നു. അതാണ് ത്രിത്വൈക ദൈവം. അത് നമ്മളുടെ ബുദ്ധിക്ക് അങ്ങനെ വിധേയപ്പെടുന്നതല്ല. അതൊരു അഗ്രാഹ്യ ദിവ്യ രഹസ്യമാണ്. നമ്മൾ വിശുദ്ധ അഗസ്തീനോസിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അഗസ്തീനോസ് ഈ ത്രിത്വൈക ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ധ്യാനിച്ചുകൊണ്ട് കടപ്പുറത്ത് കൂടെ നടക്കുമ്പോൾ ഒരു കുട്ടി ആ കടത്തീരത്തൊരു ചെറിയ കുഴിയുണ്ടാക്കി ഒരു കക്ക കൊണ്ട് കടലിലെ വെള്ളം കോരി അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നപ്പോൾ അഗസ്തീനോസ് ചോദിച്ചു, എന്താണ് കുട്ടി ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളം കോരി വറ്റിക്കുകയാണ് എന്ന്. അത് കേട്ട അഗസ്തീനോസ് ആ കൊച്ചിൻ്റെ നിഷ്കളങ്കതയാണെന്ന് ഓർത്ത് ചിരിച്ചു. പക്ഷേ ആ കൊച്ചു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിനേക്കാളും വിഡ്ഢിത്തരമല്ലേ അങ്ങിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? സൃഷ്ടാവിനെക്കുറിച്ച് സൃഷ്ടിയുടെ കൊച്ചുബുദ്ധി കൊണ്ട് മനസ്സിലാക്കണമെന്ന് നമ്മുടെ പിടിവാശി അത് ഒരിക്കലും ന്യായമാണെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി അത് എന്നും മനുഷ്യന് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. എന്നാൽ ഒന്ന് നമ്മുടെ ചുറ്റുപാടും നോക്കുക. നമ്മുടെ ഈ ഭൂമിയിൽ ഏറ്റവും അധികമുള്ള ഒരു മൂലകമാണ് വായു. അത് നമ്മളാരും കണ്ടിട്ടല്ല. പ്രാണവായു ഇല്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. പക്ഷേ നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാറ്റ് ഉണ്ട്, വായു ഉണ്ട് എന്നതിന് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ദൈവവും അശരീരിയായ അദൃശ്യനായ ദൈവത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ അനുഭവങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ വിശ്വാസത്തിൽ നിലനിൽക്കാൻ.
നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അബ്രാഹവും ഇസഹാക്കും യാക്കോബും ഒക്കെ ചെയ്തത് അങ്ങനെയാണ്. അവർക്ക് ദൈവാനുഭവം ഉണ്ടായപ്പോൾ അവിടെ അവർ ഉടനെ ഒരു സ്തൂപമുണ്ടാക്കി, അല്ലെ കല്ല് കൂട്ടി അവിടെ ബലി അർപ്പിച്ചുകൊണ്ട് പിന്നീട് ഒരിക്കലും ആ ദൈവാനുഭവം മറന്നു പോകാതിരിക്കാൻ അവിടെ ഒരു സ്മാരകമുണ്ടാക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ദൈവാനുഭവങ്ങളെ നമ്മൾ കാലക്രമേണ വിസ്മരിച്ചു പോകുമ്പോഴാണ് നമ്മളിൽ നിന്ന് വിശ്വാസവും ചോർന്നു പോകുന്നത്. അതുപോലെ 4 വർഷം മുമ്പ് ലോകത്തെ ആകെ സ്തംഭിപ്പിച്ചതാണ് കൊറോണ വൈറസ്. ഈ വൈറസുകൾ, രോഗാണുക്കൾ ഒന്നും നമ്മൾ കാണുന്നില്ല, എങ്കിലും അത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നഗ്നനേത്രങ്ങളോട് കാണാൻ കഴിയില്ലെങ്കിൽ പോലും. അതുപോലെ ദൈവവും ഒരു അദൃശ്യനായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് അത് ഒരിക്കലും വിഡ്ഢിത്തരമല്ല. ഇതൊക്കെയാണെങ്കിലും മനുഷ്യർക്ക് ദൈവത്തെ കാണുവാനുള്ള പിടിവാശി മൂലം കൂടിയാണ് തത്വൈക ദൈവത്തിലെ 2ാം ആളായ ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിലേക്ക് വന്നത്. എല്ലാവർക്കും കാണുവാനും അവൻ മനുഷ്യരെ സന്മാർഗങ്ങൾ പഠിപ്പിച്ചു. അവരുടെ പാപങ്ങൾ അവൻ വെളിപ്പെടുത്തി കൊടുത്തു. അവരുടെ തെറ്റുകൾ തിരുത്തണമെന്ന് അവരെ പഠിപ്പിച്ചു. പക്ഷേ അധികാരികൾക്ക് പ്രകോപനമുണ്ടാക്കി. അവർ അവനെ കുരിശിൽ തറച്ചു കൊന്നു. പക്ഷേ ആ മരണം ദൈവം മനുഷ്യൻ്റെ പാപപരിഹാര ബലിയാക്കി മാറ്റി. അങ്ങനെ അത് ദൈവം ആ ബലിയുടെ യോഗ്യതയാൽ മനുഷ്യർക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കാനുള്ള ഒരവസരമാക്കി അതിനെ മാറ്റി. യോഹന്നാൻ 3:16 നമ്മളിങ്ങനെ കാണുന്നു: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് അവിടെ പ്രകടമായത്. അത് തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി നമ്മുടെ പാപപരിഹാര ബലിയായി അർപ്പിച്ചുകൊണ്ടാണ്. അവനിൽ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ആ വിശ്വാസം ഒന്നു മാത്രമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മർക്കോസ് 16:16 നമ്മളിങ്ങനെ വായിക്കുന്നു: വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അങ്ങനെ വിശ്വസിക്കാതെ ശിക്ഷിക്കപ്പെടുന്ന പാപികളുടെ ഗണത്തിൽ നമ്മൾ പെട്ടുപോകാതെ വിശ്വസിച്ച് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് നിത്യജീവന് അർഹരായിത്തീരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മൾ ഈ തൃത്വൈക ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടല്ല അതിനെ കാണേണ്ടത്, പ്രത്യുത വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ്. റോമ 8:11 ഇങ്ങനെ നമ്മൾ കാണുന്നു: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ പിതാവ് നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പൊതുജീവൻ നൽകും. ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ് നമ്മൾ ശ്രവിച്ചത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വൈക ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ അത് നമ്മൾ നശിപ്പിക്കരുത്. വിശ്വസിച്ച് നമുക്ക് ആ രക്ഷ സ്വന്തമാക്കാം. വീണ്ടും യോഹന്നാൻ 14:23 ഈശോ ഇങ്ങനെ പറഞ്ഞു: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവും അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഈശോയെ സ്നേഹിക്കുന്നവൻ ഈശോയുടെ വചനം പാലിക്കുമ്പോൾ ഇതാ തൃത്വൈക ദൈവം അവനിൽ വന്ന് വാസമുറപ്പിക്കുന്നു. തൃത്വൈക ദൈവം വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം. അത് ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് ദൈവരാജ്യം. അങ്ങനെ നമ്മളിൽ ദൈവരാജ്യം സംസ്ഥാപിതമാക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു വന്നത്. ഞാൻ ബുദ്ധി കൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വളരെയധികം വിഷമിച്ച് വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോഴും വൈകിട്ട് ആകാശത്തേക്ക് ഒന്ന് കണ്ണുകൾ ഉയർത്തുമ്പോൾ അറിയാതെ എൻ്റെ അന്തരംഗം പറയും, ഇതെല്ലാം സൃഷ്ടിച്ച അവൻ എത്രയോ സർവശക്തൻ എന്ന്. അതുപോലെ
ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ രഹസ്യം വിശ്വസിക്കുവാനായിട്ട് എന്നെ സഹായിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആറ്റം ബോംബിൽ ചെയ്യുന്നത് ഏറ്റവും ചെറിയ ഒരു ആറ്റത്തെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിഭയങ്കരമായ പവറാണ് പുറത്തേക്ക് വരുന്നത്. ആ ശക്തിയിലാണ് അവിടെ റേഡിയേഷൻ ഉണ്ടാകുവാനും നശിപ്പിക്കുവാനും നമ്മുടെ ഹിരോഷിമയും നാഗസാക്കിയൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. എന്നാൽ ശാസ്ത്രം പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു കാര്യമാണ്, അതിനേക്കാൾ ശക്തിയാണ് ആറ്റങ്ങളെ കൂട്ടിയോജിപ്പിച്ചാൽ ആറ്റമിക് ഫ്യൂഷൻ എന്ന് പറയുന്നത് ആറ്റത്തിനെ രണ്ട് ചെറിയ ആറ്റം കണികളെ കൂട്ടിയോജിപ്പിക്കുന്നതാണ്. അങ്ങനെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ആറ്റം ബോംബിലുള്ളതിനേക്കാൾ വലിയ ശക്തിയാണ് പ്രവഹിക്കുക. സൂര്യനിൽ സംഭവിക്കുന്നതാണ്, അവിടെ ആറ്റമിക് ഫ്യൂഷനാണ്. അങ്ങനെയാണ് സൂര്യനിൽ നിന്ന് വലിയ ഊർജവും പ്രകാശവും ഒക്കെ ഉണ്ടാകുന്നത്. നക്ഷത്രങ്ങളിലും ഈ ആറ്റമിക് ഫ്യൂഷൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ച ആ സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഫ്യൂഷനായിട്ട് ഒന്നായിട്ട് ചേരുമ്പോഴുണ്ടാകുന്ന ആ വലിയ ഒരു ശക്തി, അതാണ് ദൈവത്തിൻ്റെ പവറിൻ്റെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:11 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും തൻ്റെ ആത്മാവിലൂടെ പുതുജീവൻ നൽകും. അങ്ങനെ ഈ ത്രിത്വൈക ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഈ വലിയ രക്ഷ നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന പാപികളുടെ ഗണത്തിൽപ്പെടാതെ ആ രക്ഷ വിശ്വസിച്ച് സ്വന്തമാക്കാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം പരിശുദ്ധ മാതാവ് നമ്മളെ പഠിപ്പിച്ച തൃത്വത്തോടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ക്രിസ്തുനാഥ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സകല ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി അവർ ധാർമ്മിക അധപ്പതനം, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ, അപകടങ്ങൾ ആദി ആയവയിൽ നിന്ന് സംരക്ഷിതരാകട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാ മറിയം ഞങ്ങൾക്ക് അഭിഭാഷകയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.